الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ, അതുപോലെ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ, ഇതാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ സുപ്രധാന കാര്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ അനുബന്ധങ്ങളാണ്. ഈ സുപ്രധാന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വിശ്വാസപരമായ വിഷയങ്ങളാണ്. അത് സാധാരണഗതിയിൽ മുസ്ലിം സമൂഹം അവഗണിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അനുബന്ധ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടാകും. അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്തു, അടിസ്ഥാനപരമായി ശരിയായില്ല, എന്നാൽ അതുവരെ പരിശ്രമിച്ചതും മെനക്കെട്ടതും ചെലവാക്കിയതൊക്കെ ബാത്തിലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ കഴിയും, ഒരാൾ ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്തു, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കി. പക്ഷെ അള്ളാഹുവിന്റെ ഖദറിൽ അദ്ദേഹത്തിന് വിശ്വാസം ശരിയായിട്ടില്ല. എന്നാൽ ഈ ചെയ്തത് മുഴുവനും നിഷ്ഫലമാണ്. ഖലാ ഖദറിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, ഈമാൻ കാര്യം 6. എന്താ ഒരു സാധാരണഗതിയിൽ അതേക്കുറിച്ച് മനസ്സിലാക്കിയത്? മുസ്ലിങ്ങൾ വരെ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരും പറയാറുണ്ട് ഒക്കെ അള്ളാന്റെ വിധിയാണ്, അല്ലെ ദൈവത്തിന്റെ വിധിയാണ്. അള്ളാന്ന് പറഞ്ഞില്ലെങ്കിൽ അവര് ദൈവത്തിന്റെ വിധിയാണ് എന്ന് പറയും. അതിൽ കവിഞ്ഞ് എന്താണ് അള്ളാഹുവിന്റെ ഖലാ ഖദർ, അത് സംബന്ധമായി എന്തൊക്കെയാണ് ഒരു വ്യക്തി മുസ്ലിമാകാൻ വേണ്ടി വിശ്വസിക്കേണ്ടത്, ഇത് കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഖദറിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമായ ചില വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്, അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ ആ സമയത്ത് പോകേണ്ടതില്ലായിരുന്നു, പോയതുകൊണ്ട് അങ്ങനെ ആയി. ഇത് പറയാറുണ്ടല്ലോ. ഇത് ഖദറിലുള്ള വിശ്വാസത്തിന് വിരുദ്ധാണ്. നമുക്ക് ബാധിച്ച ഒരു കാര്യവും അത് ബാധിക്കാതെ പോകുന്നതല്ല, അത് ബാധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ബാധിക്കാതെ പോയ ഒരു കാര്യവും അത് ബാധിക്കുന്നതല്ല, ബാധിക്കാതെ പോകുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അവൻ നടപ്പിൽ വരുത്തിയതാണ്. ആ നടപ്പിൽ വരുത്തിയ തീരുമാനം ആരാണോ തൃപ്തിപ്പെടുന്നത് അവനെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആരാണോ ആ തീരുമാനത്തോട് വിമുഖത കാണിക്കുന്നത്, ഇഷ്ടപ്പെടാതിരിക്കുന്നത്, വെറുക്കുന്നത്, അവനോട് അള്ളാഹ്ക്ക് വെറുപ്പാണ്. അള്ളാഹ് ഒരു കാര്യം നടത്തുക, എന്നിട്ട് ദാസൻ അത് ഇഷ്ടപ്പെടാതിരിക്കുക, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല.
ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖദറിനെ സംബന്ധിച്ച് പ്രാഥമികമായി അറിയേണ്ട അല്പമെങ്കിലും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖദർ അത് 2-3 ഇനങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കാം. അതിലൊരു ഇനം നമ്മുടെ ഒരിടപെടൽ കൊണ്ടും ഒരു മാറ്റവും വരാത്ത ഖദറുകളാണ്. വലിയ കാര്യങ്ങളുണ്ട്, അതിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറുതുണ്ട്. അതിലെ ചെറുതടക്കം വലുതാണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ. വലുത് ഖിയാമത്ത് നാളുണ്ടാകുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത്, പ്രളയമുണ്ടാകുന്നത്, അതൊക്കെ അല്ലാഹു തആല നിശ്ചയിക്കുന്ന സമയത്ത് നിശ്ചയിച്ച അളവിൽ അവൻ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മുടെ നീളം, നമ്മുടെ നിറം, നമ്മൾ ആണായത് പെണ്ണായത്, ഇതിലൊന്നും തന്നെ നമുക്ക് യാതൊരു ഇടപെടലും ഇല്ല. അല്ലാഹു തആല നിശ്ചയിച്ചു, അവൻ അങ്ങനെ തീരുമാനിച്ചു, അവൻ നടപ്പിൽ വരുത്തി. ആ വിഷയത്തിൽ നമ്മുടെ നയം എന്തായിരിക്കണം? അത്തരം വിഷയങ്ങളിൽ എനിക്ക് പൊരുത്താണ്. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. റബ്ബേ, നിന്റെ തീരുമാനം എനിക്ക് പൊരുത്തായി, എനിക്കിഷ്ടായി എന്ന് അല്ലാഹുവിനോട് പറയുന്ന അചഞ്ചലമായ ഈമാനിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോ നമ്മൾ ഖലാ ഖദറിൽ വിശ്വാസമുള്ളവരായി മാറും. ഇനി രണ്ടാമത്തെ ഒരിനം ഖദറുണ്ട്. നമുക്ക് ഇടപെടാം, നമുക്ക് മാറ്റാം. കാരണം നമ്മൾ മാറ്റുന്നതും അല്ലാഹുവിന്റെ ഖദറാണ്, ഇവിടെ ഉള്ളതും അല്ലാഹുവിന്റെ ഖദറാണ്. ഉദാഹരണത്തിന് നമുക്ക് വിശക്കുന്നു, അല്ലാഹുവിന്റെ ഖദറാണ്. ഭക്ഷണം അല്ലാഹുവിന്റെ ഖദറാണ്. ആ വിശപ്പാകുന്ന ഖദർ അല്ലാഹുവിന്റെ ഖദറാണല്ലോ, ഓൻ കണക്കാക്കിയതാണല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കണം, അത് മാറ്റണം, അത് അല്ലാഹുവിന്റെ ഖദർ തന്നെയാണ്. രോഗം അല്ലാഹുവിന്റെ ഖദറാണ്, മരുന്ന് അല്ലാഹുവിന്റെ ഖദറാണ്, ചൂട് അല്ലാഹുവിന്റെ ഖദറാണ്, അതിന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹുവിന്റെ ഖദറാണ്. വീടിന് തീപിടിച്ചത് അല്ലാഹുവിന്റെ ഖദറാണ്, അത് വെള്ളം കൊണ്ട് അണക്കുക എന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന്, അല്ലാഹു കണക്കാക്കിയ ഒന്നിൽ നിന്ന് നമുക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യം തന്ന വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് അതിന്റെ രക്ഷാമാർഗത്തിലേക്ക്, മറ്റൊരു ഖദറിലേക്ക് നമുക്ക് പോകാവുന്നതാണ്, പോകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഖദറുകളുണ്ട്. അതല്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പകർച്ചവ്യാധി പിടിച്ച സമയത്ത് അങ്ങോട്ട് പോകാൻ തുനിഞ്ഞവരോട് പോകുന്നില്ല, പോകേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ അബൂ ഉബൈദ ചോദിച്ചു, അല്ല ഉമറെ, അള്ളാന്റെ ഖദറിനെ തൊട്ടാണോ ഓടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു എന്താ മറുപടി പറഞ്ഞത്? നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും ആണ് ഇത് ചോദിച്ചതെങ്കിൽ നിങ്ങളെങ്ങനെ ഇത് ചോദിക്കുമെന്ന രൂപത്തിൽ അബൂ ഉബൈദയോട് പ്രതികരിക്കുകയും, അതേ അബൂ ഉബൈദ, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാന്റെ ഖദറിലേക്ക് ഓടുകയാണ് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അപ്പൊ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മരുന്ന്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം അല്ലാഹുവിന്റെ ഖദറാണ്. ആ ഖദറിലൂടെ ശമനം ലഭിക്കും, ആശ്വാസം ലഭിക്കും എന്നത് പ്രകൃതിയിൽ അല്ലാഹു തആല തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത സംവിധാനമാണ്. ആ സംവിധാനം സ്വീകരിച്ചോളണം. ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇനി വേറെ ഒരു തരം ഖദറുണ്ട് അല്ലാഹുവിന്. അത് അൽ ഖദറു ശരീഅയാണ്, ശരീഅത്തിന്റെ ഖദർ. 5 നേരം നിസ്കരിക്കണം, അല്ലാഹുവിന്റെ ഖദറാ. ളുഹറിന്റെ റക്അത്ത്, അതിന്റെ രൂപം അല്ലാഹുവിന്റെ ഖദറാ. ഹജ്ജ് അല്ലാഹുവിന്റെ ഖദറാ. ഇങ്ങനെ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അത് മുഴുവനും അല്ലാഹ് ഖദറാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചതാണ്. അതിലിടപെടാൻ ആർക്കും അധികാരമില്ല, അത് മാറ്റാൻ ആർക്കും അധികാരമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ മനുഷ്യനോ ആണിനോ പെണ്ണിനോ അധികാരമില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും തീരുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ഖദർ, ആ ഖദർ അനുസരിച്ച്, കണക്കാക്കിയതനുസരിച്ച് അല്ലാഹു പറഞ്ഞു, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചത് പ്രകാരം റസൂൽ നമുക്ക് പറഞ്ഞു തന്നു അംറ, ഒരു കാര്യം. എന്നാൽ അൻ യകൂന ലഹുമുൽ ഖിയറ മിൻ അംറിഹിം, അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ സ്വാതന്ത്ര്യം,
അതുപയോഗിച്ചുകൊണ്ടുള്ള മാറ്റമുണ്ടാക്കാൻ അവർക്ക് അധികാരമില്ല. ശരീഅത്ത് മാറ്റാനൊക്കില്ല. അങ്ങനെ മാറ്റിയാൽ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അത് പിഴവാണ്, വഴിപിഴവാണ്, വഴികേടാണ് എന്ന് അല്ലാഹു തആല വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരികയാണ്. പക്ഷെ അവിടെ ശരീഅത്തിൽ മനുഷ്യൻ അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിസ്കാരം മാറ്റാൻ പറ്റൂലെങ്കിലും നിസ്കരിക്കാതിരിക്കാം, പക്ഷെ അള്ള വിടൂല. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാതെ നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുകയല്ല. അള്ളാഹുവിന്റെ എല്ലാ ഖളാഉം അവന്റെ ഖദറും നീതിപൂർവമാണ്. നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഇന്ന് നാസ്തികർ പിടികൂടുന്ന, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽപ്പെട്ടതാണ് ഖദറിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. ഇതുപോലെ ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ. എന്തേ അവർ അവിടെ കയറി പിടിക്കുന്നത്? പൊതുസമൂഹത്തിന് വലിയ വിവരമില്ല, ആശയക്കുഴപ്പമുണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. അള്ളാഹുവിന്റെ നീതി നിഷേധിക്കുന്ന രൂപത്തിൽ അവർക്ക് അത് അവതരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറുപുറം അതിന്റെ യാഥാർത്ഥ്യം പഠിക്കുന്നത് കുറവാണ്. ഇതുകൊണ്ടാണ് അവർ ഇത്തരം മേഖലകളിൽ കയറിപ്പിടിക്കുന്നത്. അള്ളാഹുവിന്റെ ഖദർ, ഇപ്പൊ ഉദാഹരണത്തിന് അവർ പറയാറുണ്ട്, സാധാരണഗതിയിൽ കേൾക്കാറുള്ള ചോദ്യമാണെന്ത്? അള്ള കുറെ ആളുകളെ വലാലത്തിലാക്കുക, എന്നിട്ട് ഓരങ്ങ് നരകത്ത് കൊണ്ടിടുക. കുറെ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുക, അള്ളയാണല്ലോ ഹിദായത്ത് കൊടുക്കുന്നത്, എന്നിട്ട് അവരങ്ങ് സ്വർഗത്തിൽ കൊണ്ടിടുക. ഇനി മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഇതല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ രൂപത്തിൽ പറഞ്ഞ് നമ്മുടെ മക്കളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല എവിടെയാണ് ഹിദായത്ത് വെക്കുന്നത്? ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത്? ഹിദായത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ മേഖലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നു. അവിടെ അല്ലേ ഹിദായത്ത് വെക്കേണ്ടത്? എന്താണ് അതിൽ നീതി? ഒരു കാര്യം അതിന്റെ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുക. ഇനി ഒരു വ്യക്തിക്ക് വലാലത്താ വേണ്ടത്, അവന് ഹിദായത്തിന്റെ മാർഗം പറഞ്ഞു കൊടുത്ത ഖുർആൻ വേണ്ട, അംബിയ മുർസലീങ്ങൾ വേണ്ട, അള്ളാഹ് ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ വേണ്ട, അത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ വേണ്ട, ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളിൽ നിന്ന് ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന സംഗതിയും അവന് വേണ്ട. അവന് വേണ്ടത് അവന്റെ പരിമിതമായ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിനെ ചോദ്യം ചെയ്യല, അള്ളാഹിനെ എതിർക്കല. ആ മനുഷ്യന് കൊടുക്കാനുള്ളതാണോ ഹിദായത്ത്? ഇല്ല. അവന് വലാലത്താണ് വേണ്ടത്, അതിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവന് വലാലത്ത് കൊടുത്തു. അപ്പൊ അള്ളാഹു ആർക്ക് വലാലത്ത് കൊടുക്കുന്നു? വലാലത്തിന് പരിശ്രമിക്കുന്നവന് വലാലത്ത് കൊടുക്കുന്നു, ഹിദായത്തിന് പരിശ്രമിക്കുന്നവന് ഹിദായത്ത് കൊടുക്കുന്നു. രണ്ടും എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെയാണ് അല്ലാഹു തആല വെക്കുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ, ഒരണു അളവ് അല്ലാഹു തആല ആരോടും അക്രമം ചെയ്യുന്നില്ല. ഒരു വ്യക്തിയോടും അല്ലാഹു അക്രമം ചെയ്യില്ല. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞത്, വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറാ, അവരിൽ വല്ല നന്മയും അല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏത് ഈ വലാലത്തിന്റെ കക്ഷികൾ, അവരിൽ വല്ല ഖൈറും അല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ, ഖൈർ അറിയുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്തരം ഒരു മാനസികാവസ്ഥ, എനിക്ക് ഹിദായത്ത് വേണം, എനിക്ക് ഖുർആൻ കേൾക്കണം, എനിക്ക് നന്നാകണം, സ്വർഗം വേണം, ഏതെങ്കിലും ഒരു ഖൈർ അവരിൽ അല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅസ്മഅഹും, അത് സ്വീകരിക്കുന്ന വിധത്തിൽ അവരെ അല്ലാഹു കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ വലൗ അസ്മഅഹും, അല്ലാഹു അവരെ കേൾപ്പിച്ചു എന്നിരിക്കട്ടെ ഈ ഖുർആൻ, എന്നാൽ തന്നെ ലതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ പിന്തിരിഞ്ഞോടിക്കളയും. അവർക്കത് വേണ്ട, അവർക്കത് വേണ്ട. ആ വേണ്ടാത്തവർക്ക് കൊടുക്കാതിരുന്നതാണോ അനീതി? ഇതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്. ഇനി അവർ ഈ ചോദ്യം പല രൂപത്തിലും ചോദിക്കാറുണ്ട്. ഒരു വ്യക്തിയെ അല്ലാഹു തആല പിഴപ്പിച്ചു, എന്നിട്ട് അവനെ അല്ലാഹു നരകത്തിലിട്ടു. ആ വ്യക്തിയോട് അല്ലാഹു തആല ചെയ്തത് അനീതിയാണോ?
അല്ല നീതിയാണോ, നല്ലതാണോ, ചീത്തയാണോ? ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഗതി, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, അവൻ വേണമെന്ന് വിചാരിക്കുന്ന ഒരു സംഗതി, അവൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹു കൊടുത്തില്ലെങ്കിൽ അവിടെ ഈ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അത് വേണ്ടെന്ന് വെക്കുകയും അതിനെ എതിർക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അള്ള കൊടുത്തില്ല, അതുകൊണ്ട് അള്ള ചെയ്തത് അനീതിയാണ് എന്ന് പറയുന്നത് എത്രമാത്രം വങ്കത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുതാര്യമാക്കി വെച്ചില്ലേ പരിശുദ്ധ ഇസ്ലാമിനെ? ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കെട്ടിക്കൊടുക്കുമില്ലാതെ പ്രവാചകന്മാരെ അയച്ചതും വേദഗ്രന്ഥം ഇറക്കിയതും അതൊരു വള്ളിപുള്ളിക്ക് മാറ്റമില്ലാതെ ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കുന്നതും റബ്ബല്ലേ. എന്നിട്ട് കൃത്യമായി അള്ളാഹുവിനെ എതിർക്കുക, മനുഷ്യന്റെ തെറ്റ് അതിനെ ശരിയാക്കി കാണുക, ഇതാണ് അവരുടെ ഒക്കെ സംസാരത്തിൽ നിയമിച്ച് കാണുന്നത്. ഇബ്ലീസ് ഈസാ നബി അലൈഹി സ്വലാമിനെ സമീപിച്ചൊരു കഥയുണ്ട്. ഖദറിന്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടാം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഖദറിന്റെ വിഷയത്തിൽ എല്ലാവരുടെ അടുത്തും ഇബ്ലീസ് വരും. ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഈസ, നിങ്ങൾ ഈ അള്ളാന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ആളല്ലേ? അതെ. എങ്കിൽ ആ മലന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങളൊന്ന് താഴേക്ക് ചാടിക്കോ. അങ്ങനെ താഴേക്ക് ചാടിയാൽ അള്ളാഹു താല നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാനാണ് കണക്കാക്കിയതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളൊന്ന് ചാടിയൊക്കെ നമുക്ക് നോക്കാലോ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു പോലും ഇബ്ലീസിനോട്, യാ മൽഊൻ, ശപിക്കപ്പെട്ടവനെ, ഇന്ന ലില്ലാഹി അസ്സ വജല്ല അൻ നഖ്തബിറ ഇബാദഹു, അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അവന്റെ ദാസന്മാരെ പരീക്ഷിക്കുക എന്നത്. വലൈസ ലിൽ അബ്ദി അൻ യഖ്തബിറ റബ്ബഹു അസ്സ വജല്ല, ദാസന്മാരുടെ അധീനത്തിൽപ്പെട്ടതല്ല അള്ളാഹിനെ പരീക്ഷിക്കുക എന്നത്. നീ ഇപ്പൊ അള്ളാഹിനെ പരീക്ഷിക്കാനല്ലേ പറഞ്ഞത്? ചാടിയിട്ട് അള്ളാഹ് രക്ഷപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ നോക്കാൻ അള്ളാഹിനെ പരീക്ഷിക്കാനല്ലേ അത്? അതിനല്ല കൽപ്പിച്ചിട്ടില്ല, അത് ദാസനുള്ള സംഗതിയുമല്ല എന്ന് ഇബ്ലീസിനോട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഇന്നും കോളേജ് ക്യാമ്പസുകളിലൊക്കെ സജീവമായ ചർച്ചയാ. നമ്മുടെ മക്കളെ ഇരുത്തിയിട്ട് നാസ്തികരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ സ്വകാര്യ ചർച്ചകളിൽ അവരെ വലവീശുന്നതും ഇത്തരം വിഷയങ്ങളിൽ തന്നെയാണ് എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട വിധത്തിലുള്ള അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അവരെന്താ പറയുന്നത്? ചൂരൽമല ഒരുപാട് കുട്ടികൾ, അതുപോലെ പാവപ്പെട്ട ഒരുപാട് പട്ടിണി പാവങ്ങൾ, ഈ പട്ടിണി പാവങ്ങളെ ഈ രൂപത്തിലിടുന്നത്, നിരപരാധികളായ ആളുകളെ പ്രളയത്തിലൂടെയും പ്രകൃതി ദുരന്തത്തിലൂടെയും കൊന്നൊടുക്കുന്നത് നീതിയാണോ? അങ്ങനെ ഒരു അള്ളല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ആകെ ഖദറിനെ പറ്റി അറിയാത്ത ആളുകൾ പതറിപ്പോകും. അവർ വിലയിരുത്തുന്നത് ഇതൊരു ശിക്ഷയായിട്ടാണ്. നമ്മൾ ഒരിക്കലും ഈ പ്രകൃതിയിൽ നടക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികളെ അള്ളാഹുവിന്റെ ശിക്ഷയായിട്ടോ അള്ളാഹുവിന്റെ പ്രതിഫലമായിട്ടോ ഒരു മുഅ്മിനായ മനുഷ്യൻ വിലയിരുത്തുന്നില്ല. മതത്തിന്റെ ഉള്ളിൽ നിന്ന് ആലോചിക്കുമ്പോ ഇത് മാത്രമല്ല ജീവിതം, ഇത് വെറും പരീക്ഷാലയം മാത്രമാണ്, ജീവിതത്തിന്റെ ഒരു തുച്ഛമായ വശം മാത്രമാണ്. ഈ തുച്ഛമായ വശത്തിന്റെ പുറത്ത് മരണാനന്തരം കിടക്കുകയാണ് ഏറ്റവും വലിയ ജീവിതം. ആ വലിയ ജീവിതവും കൂടി താരതമ്യം ചെയ്യുമ്പോ ഈ സംഭവിച്ചത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിന് തത്തുല്യമായ പ്രതിഫലം അതിന്റെ അനുഭവസ്ഥർക്ക് അള്ളാഹു താല കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ ഓഫറ. വിശ്വാസം ശരിയുണ്ടെങ്കിൽ, ഇതൊരു പരീക്ഷണമായി കാണുന്നുണ്ടെങ്കിൽ, നാളെ മഹ്ശറയില് ദുരിതം അനുഭവിച്ച ആളുകൾ പറയും പോലും അള്ളാഹുവിനോട്, അള്ളാഹ് കുറച്ചുകൂടി കടുപ്പം കൂടാമായിരുന്നു ആ ദുരിതത്തിന്റെ. ആ ദുരിതത്തിൽ പെടാത്ത ആളുകൾ പറയും പോലും അള്ളാഹുവിനോട്, അള്ളാഹ് എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കൂടായിരുന്നോ ഇത്തരം പരീക്ഷണങ്ങളില്? കാരണം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം കണ്ടിട്ട്. അപ്പൊ വിലയിരുത്തേണ്ടത് ഈ ഐഹികമായ തുച്ഛമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ ഒതുങ്ങി നിന്നിട്ടല്ല. ഇവര് വിചാരിക്കുന്നത് പോലെ അള്ള ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യണമെങ്കിലേ ഇവരുടേതാകണ്ടേ ഈ ദുനിയാവ്. ഈ സംവിധാനം ഇവരുടേതല്ലല്ലോ, അള്ളാന്റെതല്ലേ. അള്ള പരീക്ഷക്കുണ്ടാക്കിയതല്ലേ ഈ സ്ഥലം. ഇത് വിശ്വസിച്ചവർക്ക് കൂലി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ, അത് സത്യല്ലേ. ആ സത്യം മനസ്സിലാക്കാൻ ഈ പ്രകൃതിയിൽ തന്നെ
എന്തെല്ലാം തെളിവുകൾ അല്ലാഹു തആല നിരത്തി വെച്ചു. ആ പരലോകമില്ലെങ്കിൽ പിന്നിവിടെ എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? ആ മതത്തിന്റെ ഉള്ളിൽ നിന്ന്, വിശ്വാസത്തിന്റെ അകത്തു നിന്ന് ചിന്തിക്കുമ്പോ ഒരുപാട് സമാധാനിക്കാനുണ്ട്, എന്ത് പ്രയാസമുണ്ടായാലും. ഇനി മറുപുറത്ത് യുക്തിവാദിയുടെ ആശയം അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയത്, ഈ പട്ടിണി പാവങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അതിനെന്ത് ന്യായ അവർക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് സമാധാനിക്കാനുള്ളത്? അതുകൊണ്ട് കൃത്യമായി വിധിവിശ്വാസം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ഖദറിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുകയും വരും തലമുറക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അചഞ്ചലമായ ഈമാനിന്റെ ഉടമകളായി തീരാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിരവധി സ്വച്ഛാധിപതികളുണ്ട്, അക്രമികളായ ഭരണാധികാരികളുണ്ട്. അവരുടെ കഴിവുകൾ, അധികാരം, സമ്പത്ത് എല്ലാം ഉപയോഗപ്പെടുത്തി ഒരുപാട് പാവപ്പെട്ടവർ, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയും ഭൂമിയിലുണ്ട്. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പലരും ചോദിക്കും, അള്ളവിടെ? ഇതൊന്നും അള്ള കാണുന്നില്ലേ? ഇതിനൊക്കെ അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായി മറുപടി പറയുന്നു. അതിൽപ്പെട്ട പ്രധാന മറുപടി ഈ പരലോക വിശ്വാസവും നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസവും ഖദറിലുള്ള വിശ്വാസവും ഒക്കെ പരസ്പര പൂരകങ്ങളായി ആലോചിക്കുന്ന സമയത്ത് മാത്രമാണ് കൃത്യമായി സംഗതി ബോധ്യപ്പെടുക. അള്ളാഹു പറയുന്നത് പരീക്ഷയുടെ ഭാഗമായി അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്താണത്? തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സാവകാശം കൊടുക്കുക. ഈ സാവകാശം കൊടുക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം പാശ്ചാത്തപിച്ച് നന്നാകണം, പരമാവധി അവസരം നീട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് തീരെ നന്നാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ അവസാനിപ്പിക്കുക. അവർ മരിക്കുമല്ലോ. ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ പരലോകത്ത് അവരുടെ ചെയ്തികൾക്കുള്ള ശിക്ഷ തീർത്തു കൊടുക്കുക. ഇതാണ് അള്ളാഹുവിന്റെ സംവിധാനം. അള്ളാഹ് പറയുന്നു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കണ്ട. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത്, ഞാൻ അവർക്ക് താമസം ചെയ്തു കൊടുക്കുകയാണ്, നുംലീലഹു, സാവകാശം കൊടുക്കുകയാണ്. കുറച്ച് നീളം കൂടുതലുള്ള ഒരു കയറിൽ കെട്ടിയിട്ട ഒരു മൃഗം, അത് വിചാരിക്കുന്നുണ്ട് സ്വതന്ത്രനാണ്, കിലോമീറ്റർ കണക്കെ അതിനോടാം. അങ്ങനെ ഓടി ഓടി കയറിന്റെ നീളം കഴിയുമ്പോ പിടിക്കും. അതുപോലെയേ ഉള്ളൂ. കുറച്ച് ആയുസ്സുണ്ട്, കുറച്ച് സാഹചര്യങ്ങളുണ്ട്, അതിലിങ്ങനെ കളിക്കാം. പക്ഷേ അവധി എത്തുന്ന സമയത്ത് അല്ലാഹു തആല പിടിക്കുക തന്നെ ചെയ്യും. അതിവിടെ വെച്ച് തന്നെ തീർപ്പാക്കണ്ടേ എന്ന യുക്തിവാദിയുടെ ചോദ്യം അസ്ഥാനത്താണ്. അതാണ് എനിക്കിഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ അതിന് താങ്കൾ തന്നെ ദുനിയാവുണ്ടാക്കണം,
എന്നേ നമുക്ക് പറയാനുള്ളൂ. അള്ളാഹു ഉണ്ടാക്കിയ ലോകത്ത്, അള്ളാഹു സൃഷ്ടിച്ച ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതിയാണ് അള്ളാഹു നടപ്പിൽ വരുത്തുക. ആരും പീഡിപ്പിക്കപ്പെടില്ല, ആരും പ്രയാസപ്പെടേണ്ടി വരില്ല. ഏത് നഷ്ടവും പരിഹരിക്കാനുള്ള പരലോകം അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അത് തീർത്ത് അള്ളാഹു താല അവിടെ വെച്ച് അവർക്ക് നൽകുന്നതുമാണ് പൂർണ്ണമായ പ്രതിഫലം. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന സ്വർഗം ദുനിയാവിൽ അനുഭവിച്ച സകല പീഡനങ്ങൾക്കും പകരമായി നിങ്ങൾക്ക് തൃപ്തിയുണ്ടാകുന്ന ഭവനം എന്ന് അല്ലാഹു തആല പറയുന്നതും അതുകൊണ്ടാണ്. ഒരു സ്വർഗവാസിയെ സ്വർഗത്തിൽ ഒന്ന് കടത്തിയിട്ട് പുറത്തെടുത്ത് ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു, ഭൂമിയിൽ വെച്ച് വല്ല പ്രയാസവും നീ അനുഭവിച്ചിട്ടുണ്ടോ? ആ വ്യക്തി പറയുമില്ല. എത്ര വലിയ കഷ്ടപ്പാടുള്ളവനാണെങ്കിലും പറയുമില്ല, ഞാനൊരു പ്രയാസവും അനുഭവിച്ചിട്ടില്ലെന്ന്. സുഖലോലുപനായി ജീവിച്ച ഒരു വ്യക്തി, എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നരകത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നീ ഭൂമിയിൽ വെച്ച് വല്ല സുഖവും അനുഭവിച്ചോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖലാഅ് പൊരുത്തപ്പെടുക, അള്ളാഹുവിന്റെ ഖദർ പൊരുത്തപ്പെടുക, അതിന് പിന്നിൽ അള്ളാഹു നിശ്ചയിച്ച യുക്തിപൂർവ്വം തീരുമാനിച്ച ഖൈറിനെ സംബന്ധിച്ച് ഓർമ്മിച്ച് സമാധാനിക്കുക. അതാണ് ഏറ്റവും വലിയ സമാധാനവും മനസ്സമാധാനവും സന്തോഷവും. അള്ളാഹു ആ രൂപത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ തീരുമാനത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഖദറിൽ യഥാർത്ഥ വിശ്വാസം കൈക്കൊണ്ട മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് കണക്കാക്കിയതെല്ലാം ഖൈറാക്കി തരണേ റഹ്മാനെ. വല്ല ശർറും ഞങ്ങൾക്ക് ബാധിക്കാനുണ്ടെങ്കിൽ എല്ലാം നീ തന്നെ തട്ടിമാറ്റി തരണേ റഹ്മാനെ. നിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും മറ്റെല്ലാ കഴിവുകളും ആരോഗ്യത്തോടുകൂടി മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഓർമ്മശക്തി നിലനിർത്തി തരണേ റഹ്മാനെ. ദീർഘകാലം കിടപ്പ് രോഗികളാക്കി പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. നിന്റെ ഫള് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗത്തിലാക്കി തരണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.